ഷെക്കൈന ന്യൂസ് സംഗി ചാനലോ? ചോദിക്കുന്നത് മറ്റാരുമല്ല, ക്രൈസ്തവർ തന്നെയാണ്. ഉത്തരം ഒന്നേയുള്ളൂ. ഷെക്കൈന കർത്താവിൻ്റെ ചാനലാണ്. ഷെക്കൈന ന്യൂസ് സംഗി ചാനലാണോ എന്ന് ചിലർ ചോദിക്കാൻ ചില കാരണങ്ങളുണ്ട്. പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ആരോപണം ഷെക്കൈനയുടെ വാർത്തകളിൽ BJP അനുകൂല വാർത്തകൾ കാണുന്നുവത്രേ. കൂടാതെ കേരളത്തിലെ ഇപ്പോഴുള്ള മുന്നണികളെ പലപ്പോഴും തള്ളി പറയുന്നുമുണ്ടത്രേ. ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവരോട് വ്യക്തമാക്കാനുള്ളത് ഇത്രമാത്രം: ഷെക്കൈന ന്യൂസ് ആരുടെയും അടിമ ചാനലല്ല. കേരളത്തിലെ ഇരു മുന്നണികൾ അവർ എന്ത് തോന്നിവാസം കാണിച്ചാലും കണ്ണടച്ചിരിക്കണമെന്നോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ എക്കാലവും അകറ്റി നിർത്തണം എന്നുള്ള അലിഖിത നിയമമോ ഷെക്കൈനയ്ക്കില്ല. ഷെക്കൈനയുടെ നിലപാടുകൾ എക്കാലവും വിഷയാധിഷ്ഠിതമാണ്. ആര് സത്യത്തിനും സമുദായത്തിനും ഒപ്പം നിൽക്കാൻ തയ്യാറാകുന്നുവോ അവരുടെ അത്തരം പ്രവർത്തികളെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടത് ഷെക്കൈനയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ആര് സത്യത്തിനും സമുദായത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവോ അവരുടെ ഗൂഢതന്ത്രങ്ങളെ പൊതുമധ്യത്തിൽ തുറന്നു കാട്ടേണ്ടതും ഷെക്കൈനയുടെ കടമയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെ ക്രൈസ്തവർ കടുത്ത അവഗണനകളിലൂടെയും അപമാനത്തിലൂടെയും നീതി നിഷേധത്തിലൂടെയുമാണ് കടന്നു പോകുന്നത്. ലവ് ജിഹാദ്, നാർക്കോട്ടിക്, 80-20, ഹാഗിയ സോഫിയ മുതൽ ക്രൈസ്തവ സ്ഥാപനങ്ങളെയും നേതാക്കളെയും ലക്ഷ്യമാക്കിയുള്ള അക്രമങ്ങളും തീവ്ര ആശയ പ്രചരണങ്ങളും എന്നിങ്ങനെ എത്രയെത്ര പ്രതിസന്ധികൾ. കേരളം ഭരിച്ച ഇരു മുന്നണികളും മാറി മാറി ക്രൈസ്തവ സമുദായത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നുപോലും ഇത്തരം പ്രവണതകളെ അപലപിക്കാൻ തയ്യാറല്ല. അവരെ സംബന്ധിച്ചിടത്തോളം വോട്ടാണ് മുഖ്യം. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ട് ഇപ്പോഴും പ്രീണന നയങ്ങൾ തുടരുന്നു. അതേസമയം തന്നെ ചില സംഘപരിവാർ പ്രവർത്തകർ വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ വിദ്വേഷ പ്രചരണങ്ങളും ഒറ്റപ്പെട്ട അക്രമങ്ങളും നടത്തുന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. ആ വാർത്തകളിലെ നിജസ്ഥിതിയും സമൂഹത്തിൽ ആദ്യം എത്തിക്കുന്നതും ഷെക്കൈന തന്നെയാണ്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് സർക്കാരിന്റെ തണലിൽ സംഘപരിവാർ പ്രവർത്തകർ ചെയ്ത അതിക്രമങ്ങൾ സംഭവ സ്ഥലത്ത് നിന്നും വിശദമായി റിപ്പോർട്ട് ചെയ്തത് ഒരു ഉദാഹരണം മാത്രം. എന്നാൽ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ചും ചില സംഭവങ്ങളെ വളച്ചൊടിച്ചും ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണതകളും വ്യാപകമാണ്. അത്തരം വ്യാജ വാർത്തകളുടെ പിന്നാലെ പോകാൻ ഷെക്കൈനയ്ക്ക് താല്പര്യമില്ല. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ചെകുത്താനും കടലിനുമിടയിൽ അകപ്പെട്ട അവസ്ഥയിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് BJP വളരെ തന്ത്രപൂർവം കേരളത്തിൽ ചുവടുറപ്പിക്കാനുള്ള നീക്കങ്ങളുമായി കളത്തിലിറങ്ങിയിരിക്കുന്നത്. അവർ ക്രൈസ്തവ മത നേതാക്കളെ കാണുന്നു, ക്രൈസ്തവരുടെ നീറുന്ന വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നു, വാഗ്ദാനങ്ങൾ നൽകുന്നു. സർവോപരി രാജ്യത്തെയും പ്രത്യേകിച്ച് ക്രൈസ്തവരെയും ശത്രുക്കളായി കാണുന്ന തീവ്രവാദികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ട ശക്തമായ നടപടികൾ എടുക്കുന്നു. ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ സമുദായത്തെ തമ്മിലടുപ്പിച്ച് നശിപ്പിക്കാൻ ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ചെന്നായ്ക്കളുമായി സന്ധി ചെയ്ത് പ്രവർത്തിക്കുന്നവർ ആര് തന്നെയായാലും അവർ ആ തെറ്റ് തിരുത്താൻ തയ്യാറാകാത്തിടത്തോളം ആരാണ് കൂടുതൽ അപകടകാരികൾ എന്ന ചോദ്യം ക്രൈസ്തവരുടെ ഉള്ളിൽ നീറിപ്പുകയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെറ്റിദ്ധാരണകൾ മൂലവും തീവ്ര വർഗീയത മൂലവും ക്രൈസ്തവരുടെ മിഷണറി പ്രവർത്തനങ്ങളെ സംശയ ദൃഷ്ടിയോടെ വീക്ഷിച്ച് ക്രൈസ്തവരെ ഉപദ്രവിക്കുന്നവരുടെ ചെയ്തികളും അവർ കാണുന്നുണ്ട്. ജ്ഞാനമുള്ള മനസ്സോടെ ക്രൈസ്തവർ പ്രതികരിക്കേണ്ട സമയമാണിത്. തങ്ങളുടെ കഴിഞ്ഞകാല പ്രവർത്തികൾ തിരുത്താൻ തയ്യാറെന്ന് ഒരു കൂട്ടർ പറയുന്നു. നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാം, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം, നമുക്ക് ഒന്നിക്കാം എന്നെല്ലാം അവർ പറയുമ്പോൾ അവർ എക്കാലവും ക്രൈസ്തവരുടെ ശത്രുക്കളായി തുടരണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം? ബന്ധങ്ങൾ ഊഷ്മളമായാൽ പരിഹാര മാർഗങ്ങൾ എളുപ്പമാവുകയല്ലേ ചെയ്യുക? വിയോജിപ്പുകളുള്ള മേഖലകൾ ഉള്ളപ്പോഴും രാജ്യത്തിന്റെയും സമുദായത്തിന്റെയും നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി യോജിച്ചു പോകാവുന്ന മേഖലകൾ കണ്ടെത്തുകയല്ലേ വേണ്ടത്? തുറവിയോടും അതേസമയം ജാഗ്രതയോടും ഇടപെടേണ്ട വിഷയത്തിൽ എല്ലാം വഷളാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നവരുടെ സ്ഥിരം പല്ലവികളാണ് ക്രിസ്സംഗി വിളിയിൽ നിന്നും കൂടുതൽ രൂക്ഷമായ സംഘി ചാപ്പകുത്തലിലേക്കുള്ള നീക്കങ്ങൾ. കർത്താവ് ഷെക്കൈനയെ ഏൽപ്പിച്ച ദൗത്യം ഷെക്കൈന അഭംഗുരം തുടരുക തന്നെ ചെയ്യും. അവിടെ മുഖനോട്ടമില്ല. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.